എൻ്റെ പേര് ഹംസ. ഞാൻ മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. പിന്നെ എൻ്റെ പെങ്ങളെ കുട്ടി ലയാൽ എന്നുള്ള പേഷ്യൻറ്റിനാണ് ഇവിടുന്ന് ഇപ്പോൾ സർജറി കഴിഞ്ഞത്. ഞങ്ങൾ കുട്ടിക്ക് പ്രസവം മുതലേ അവൾക്ക് ഹാർട്ടിന് ഹോളുള്ള കുട്ടിയാണ്. അപ്പോൾ 7 വയസ്സായ കുട്ടിക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. പല ഹോസ്പിറ്റലിലും പോയി, അവരൊക്കെ ഓരോ കാരണം കൊണ്ട് ഒഴിഞ്ഞു മാറി. അതേപോലെ ഫണ്ടിൻ്റെ പ്രശ്നം കൊണ്ടും അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ നമ്മളെ അറിവിൽ വന്നത്. നമ്മളെ സുഹൃത്ത് വിട്ടെന്നാണ്. 50 പേർക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന്, ലക്ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയിട്ട് ഹാർട്ടിൻ്റെ സർജറി ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മളതിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു, നമ്മളോട് ഒരു ദിവസം വരാൻ പറഞ്ഞു. നമ്മളോട് കുട്ടീനെ ചെക്കപ്പ് ചെയ്യണം, അവളെ ഫയലും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറഞ്ഞു. നമ്മളെല്ലാം നോക്കി. കുട്ടി സർജറിക്ക് വിധേയനാണ്, പക്ഷേ ഹൈ റിസ്ക് സർജറിയാണെന്നാണ് പറഞ്ഞത്. പുറത്തുള്ള എല്ലാ ഹോസ്പിറ്റലും അതുപോലെ തന്നെ നമ്മൾ വേറെ ചാരിറ്റിയിലൊക്കെ ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ അതിലൊന്നും റെഡി ആയിട്ടില്ല. 7 വർഷമായി. കാരണം ചാരിറ്റിയിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ഏകദേശം 4 വർഷമായി, പക്ഷേ അതിലൊന്നും റെഡി ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഏതായാലും ഇവിടുന്ന് സർജറി എല്ലാം ചെയ്ത് കുട്ടി ഇപ്പോൾ ഓക്കെയാണ്. കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച മുമ്പാണ് സർജറി കഴിഞ്ഞത്. ഡോക്ടർ സുജിത് സാറും മുഹമ്മദ് നബു, ഈ 2 സാറുമാരാണ്. പിന്നെ ഡോക്ടർ വെങ്കടേശ്വർ സാറും ഉണ്ടായിരുന്നു സർജറിക്ക്. അതിലും സർജറിയിൽ ഓക്കെയാണ്. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ചയായി കഴിഞ്ഞിട്ട്. നമുക്ക് വളരെ സന്തോഷം. ഈ ഹോസ്പിറ്റലിനോടും പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ സ്റ്റാഫ്, ഡോക്ടർമാർ, മറ്റുള്ള എല്ലാവരോടും. നമുക്ക് കൃത്യമായി പേരും കാര്യങ്ങളൊന്നും അറിയില്ല. അതിലും വലിയ ഉപകാരം. നന്ദി. ഇത് ലയാൽ, ഏജ് 7 ഇയേഴ്സ് ആണ്. ഈ കുട്ടിക്ക് ആക്ച്വലി വാക്രൽ സിൻഡ്രോം എന്നൊരു ഇതുണ്ടായിരുന്നു. അത് കൂടാതെ അതിൻ്റെ ഭാഗമായിട്ട് VSD, അതായത് ഹാർട്ടിലുള്ള ഹോളാണ്, ജന്മനുള്ള ഹോളുണ്ടായിരുന്നു. ബട്ട് ഇവൾക്ക് ആക്ച്വലി കുറച്ച് നാളായതുകൊണ്ട് ഇവൾക്ക് ശ്വാസകോശത്തിൽ കുറച്ച് പ്രഷർ, അതായത് PAH എന്ന് പറയും, പൾമണറി ആർട്ടറി ഹൈപ്പർടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് സർജറി കുറച്ചൊരു ഹൈ റിസ്ക് സർജറി ആയിരുന്നു. ബട്ട് നമ്മൾ ഇവിടെ സക്സസ്ഫുള്ളായിട്ട് സർജറി ചെയ്തു. ഇപ്പം കുട്ടി